ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിലെ മറ്റൊരു പുതിയ വീണ്ടും വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ 8.5 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളെ നിർമ്മിച്ച ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസിൻ്റെ വീണ്ടും വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. പുക്കാട്ടുപടി ടൗണിന് വളരെ അടുത്തായി ബസ് റോഡിൽ നിന്നും ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യം ഈ വീടിന് അവൈലബിൾ ആണ്. ഇതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യം അവൈലബിൾ ആണ്. വീടിന് ഇരുവശത്തുമായി റോഡ് വരുന്നുണ്ട്. രണ്ട് സൈഡിലെയും റോഡ് അവൈലബിളായ ഒരു മനോഹരമായ പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്ത് മതിൽ നല്ല ഭംഗി തന്നെ സ്റ്റോണെല്ലാം പതിപ്പിച്ചും മനോഹരമാക്കിയിരിക്കുന്നു. നമ്മുടെ ലൊക്കേഷൻ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിലേക്കാണെങ്കിൽ ഒരു 7 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. കൂടാതെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. സൈഡ് വശങ്ങളെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 4-5 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീണ്ടും മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. 2 കവേർഡ് കാർ പാർക്കിങ്ങും ഒരു 2-3 ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വീണ്ടും മുറ്റത്തായി ബാംഗ്ലൂർ സ്റ്റോൺ എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കും. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഈ സൈഡ് വശമാണെങ്കിൽ ഇവിടെ എല്ലാം ഗാർഡനുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ഡിസൈൻ ചെയ്തിരിക്കുന്നു. 8.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2600 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായ ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിലിറക്കുകയാണെങ്കിൽ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. എറണാകുളത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഡോറ് 2 പാളികളിലായാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. BLDC ഫാൻ നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ മൾട്ടിവുഡിൽ പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ സൈഡ് വശത്തായി ചെറിയ മൊറോക്കൻ ടൈലുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെയും മൾട്ടിവുഡിൽ ഷെൽഫുകളെല്ലാം നൽകി സീറ്റിംഗ് സൗകര്യമെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ചെറിയ കോർട്ട്യാർഡ് മോഡലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് പോകാം. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഓപ്പൺ ഗ്ലാസ് വർക്കെല്ലാം ചെയ്ത് ചെറിയൊരു ഓപ്പൺ എല്ലാം നൽകിയിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഒതുങ്ങിയ രീതിയിൽ ഒരു കോർണറിലായി വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ചെറിയ പാഷ്യോ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി മൊറോക്കൻ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. ടഫൻ ഗ്ലാസ് ആണ് ഇതിൻ്റെ റൂഫിന് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡ് വശത്താണെങ്കിൽ അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം GS കോർ ട്യൂബ് ഉപയോഗിച്ച് നല്ല സെക്യൂർഡാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ എല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ടൈലുകൾ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ്. കിണർ ഈ ഒരു ഭാഗത്താണ്, വടക്ക് കിഴക്ക് മൂലയിലായി ഈ ഒരു ഭാഗത്താണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വലിപ്പത്തിലുള്ള കിണറാണ്. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്തൊരു ഏരിയയിൽ കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല 2 കിച്ചണായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 കിച്ചണുകൾ അവൈലബിൾ ആണ്. 2 കിച്ചൺ കൂടാതെ വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്.
മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ കബോർഡ് വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കിച്ചണോട് ചേർന്ന് ഒരു സെക്കൻഡറി കിച്ചൺ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയും കബോർഡ് വർക്കുകൾ ധാരാളമായി തന്നെ ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ കിഴക്കോട്ടാണ് കേട്ടോ ഈ വീടിൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തായി നമുക്കൊരു വലിയൊരു വർക്ക് ഏരിയ, നല്ല നീളത്തിലൊരു വർക്ക് ഏരിയ അവൈലബിൾ ആണ്. ഇവിടെയും കബോർഡ് വർക്കുകളും വാഷ് ബേസിനെല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഒരു സൈഡ് വശത്തെ UPVC വിൻഡോകൾ നൽകിയിരിക്കുന്നു. കിച്ചണോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് കാണാം ഗ്രാസുകളെല്ലാം പ്ലാന്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നന്നായി കായ്ക്കുന്നൊരു തെങ്ങ് നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. മാത്രമല്ല ബെഡ്റൂമുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ, BLDC ഫാൻ എല്ലാം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസായ ബാത്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൊമാനിയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഒരു കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യവും ഡ്രസ്സിംഗ് ഏരിയ ഇതെല്ലാം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മനോഹരമായ ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസാണ് നമ്മൾ ഈ കാണുന്നത്. ഹാൻഡിലിനായി വുഡും GS സ്ക്വയർ ട്യൂബും കൂടാതെ ടെഫൻ ഗ്ലാസും യൂസ് ചെയ്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായ രീതിയിലുള്ള ഒരു ലിവിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. വാളുകളിൽ പർഗോളകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസും കൂടാതെ ഒരു ബാൽക്കണിയുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ്. വലിയ TV യൂണിറ്റ്, നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസ്, വലിയ TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു സ്റ്റഡി ടേബിളും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും അത്യാവശ്യം സ്പേഷ്യസ് നൽകി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 12-14 എന്ന അളവിലാണ് ബെഡ്റൂമുകൾ വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സൊമാനിയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല കൺസീൽഡ് ആയിട്ടാണ് ഇവിടുത്തെ ബാത്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. എക്സോസ്റ്റ് സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടാലോ. അറ്റാച്ച്ഡ് ബാത്റൂമും മനോഹരമായ രീതിയിൽ തന്നെ വലിയ വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. BLDC ഫാൻ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയ ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. മനോഹരമായ വാൾ ടൈൽസുകൾ നൽകി നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു ബാൽക്കണിയും വലിയൊരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം യൂട്ടിലിറ്റി സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 2600 സ്ക്വയർ ഫീറ്റിൽ 8.5 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും പ്ലസ് ഒരു യൂട്ടിലിറ്റി സ്പേസുമായാണ് ഈ വീട് വരുന്നത്. നല്ല സ്പേഷ്യസായ യൂട്ടിലിറ്റി സ്പേസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. എറണാകുളം ടൗണിന് വളരെ അടുത്തായി കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപത്തായി ബുക്കാട്ടുപടി എന്ന സ്ഥലത്ത് കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില വരുന്ന 1,30,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളിലെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ കണ്ട എല്ലാവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.